ചാനലിൽ നമ്മൾ മാക്സിമം യൂണീക്ക് ആയിട്ടുള്ള വണ്ടികൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു TVSന്റെ അപ്പാച്ചെ RR310 BTO വേർഷൻ. എന്താണ് BTO വേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ബിൽഡ് ടു ഓർഡർ, അതായത് നമ്മൾ ഇത്രയും നാളും പ്രീമിയം കാർസിലും ബൈക്സിലൊക്കെ കണ്ടിരുന്ന ആ ഒരു ഫീച്ചർ, അതായത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വണ്ടി കസ്റ്റം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ TVS ഈ ഒരു 300cc മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ്സ് റിയലി കൂൾ. നമ്മുടെ ബൈക്സിൻ്റെ റിവ്യൂ അല്ല നമ്മൾ ചെയ്യുന്നത് ഗ്യാപ്പ് റോഡ് വെച്ചിട്ടാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഉള്ള നല്ല ട്വിസ്റ്റി ടേൺസ് ഒക്കെ കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ വാഹനത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലും അതുപോലെ ആ മാക്സിമം പെർഫോമൻസ് ഒക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഈ റോഡ് വെച്ചിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്യാപ്പ് റോഡ് വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തത്. നമ്മൾ RTR 320 ചെയ്തത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഗ്യാപ്പ് റോഡ് വെച്ചിട്ട് തന്നെയാണ്. സോ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിനാണ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക്. ഏകദേശം 10,000 കിലോമീറ്റർ ഓടിയ ഒരു ബൈക്കാണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നാൽ പോലും ഇതിനകത്തൊരു ഫോൾസ് ന്യൂട്രലോ അല്ലെങ്കിൽ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. സ്റ്റിൽ ഈ വണ്ടി ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ സെയിം ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രെല്ലിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ. പുള്ളി റിവ്യൂ ചെയ്ത സെയിം ബൈക്ക് തന്നെയാണ്, അതായത് സെയിം കർണാടക രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ BTO വേർഷനിലുള്ള ബൈക്കിന്റെ ഓവറോൾ ലുക്കിന് നമുക്ക് എങ്ങനെയൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിക്കാം. ഇവിടെ വൈസറുണ്ട്. വൈസറിൽ തന്നെ ഒരു നമ്പർ ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കസ്റ്റം ചെയ്ത് മേടിക്കാൻ പറ്റും. അതുപോലെ ഇത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒരു തീം വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ RR 310 കാണുന്ന നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു റേസിംഗ് സിൻസ് 1982 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. നമുക്ക് ഈ വാഹനത്തിന്റെ സൈഡ് ലുക്കിലേക്ക് നോക്കാം. നമുക്ക് ഈ BTO വേർഷനിൽ വന്നിരിക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ സൈഡിൽ വന്നിരിക്കുന്ന ഈ ഗ്രാഫിക്സ് ആണ്. ഭയങ്കര ഐ ക്യാച്ച് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാലോ, ഇവിടെ TVS എഴുതിയിട്ടുണ്ട് അപ്പാച്ചെ. പിന്നെ കളർ തീം വന്നേക്കുന്നത് ബ്ലൂവും ഓറഞ്ചും റെഡും അങ്ങനെ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ബൈക്കിന്റെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഈ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ, ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ലുക്ക് തരുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെയിൽ ടെടി വന്നിട്ടുണ്ട്. ഈ ടെയിൽ ടെടി തന്നെയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ വരുവാണെങ്കിൽ ടയർ ഹഗേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് പറയുവാണെങ്കിൽ എന്താ പറയുക, ഈ ഗ്രാഫിക്സും അലോയും എല്ലാം കൂടെ കൂടി ഈ വണ്ടി ശരിക്കും ഒരു സൂപ്പർ ബൈക്ക് ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. അതായത് നല്ല രീതിയിലൊരു റോഡ് പ്രസൻസ് ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ BTO വേർഷനിൽ 2 സ്പെക്കുകളാണ് വന്നിരിക്കുന്നത്, ഡൈനാമിക്കും റേസും. ഈ ഡൈനാമിക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ടും റെയറും സസ്പെൻഷൻ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് ഈ കംപ്രഷൻ വരുന്നുണ്ട്, റീബൗണ്ട് വരുന്നുണ്ട്. ഒരു 12,000 ബഡ്ജറ്റിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് പോലും ഈ ഒരു സസ്പെൻഷൻ നമുക്ക് കിട്ടത്തില്ല. സോ ദിസ് ഈസ് വെരി കൂൾ എന്ന് വേണം പറയാൻ. പിന്നെ ഇതിനകത്ത് വരുന്നത് ബ്രാസ് കോട്ടഡ് ചെയിൻ ആണ്. വരുന്ന രണ്ടാമത്തെ സ്പെക്കാണ് ഇതിന്റെ റേസ് മോഡ്. അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ക്ലിപ്പോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റൈഡിങ് സ്റ്റാൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ RR 310 കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അന്ന് RR 310 തന്നെ BTO വേർഷനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാക്കിൽ ഓടിക്കണം, അതുപോലെ റോഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ചോയ്സ് ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മേടിച്ച് നിങ്ങൾ സ്റ്റോക്ക് ആയിരിക്കുന്ന ആ ബൈക്ക് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു മോഡിഫിക്കേഷനും കൂടാതെ തന്നെ നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ പറ്റും. വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കി അതായത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. അതായത് നമ്മുടെ സ്ട്രെല്ലൊക്കെ റിവ്യൂ ചെയ്ത ആ സെയിം വണ്ടിയാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. സ്ട്രെല്ലൊക്കെ റിവ്യൂ ചെയ്തത് ശരിക്കും ബാംഗ്ലൂരിൽ നൈസ് റോഡിൽ വെച്ചിട്ടാണ്. എന്നാൽ ഈ സെയിം വണ്ടി നമ്മുടെ കൂടെ ഇന്ന് ഗ്യാപ്പ് റോഡിലാണുള്ളത്. വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്ത കോട്ടയം TVSന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. സോ നമ്മൾ ഈ RR 310 BTO വേർഷൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.